Subject verb concord അടുത്ത റൂളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. Uncountable noun as subject. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 റൂൾസ് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തതാണ്. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്സ്ട്രാക്ട് നൗണുകളില്ലേ, അബ്സ്ട്രാക്ട് നൗണുകൾ എന്തായാലും അൺകൗണ്ടബിൾ തന്നെയായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അൺകൗണ്ടബിൾ ആയിട്ടുള്ളൊരു നൗണാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ അൺകൗണ്ടബിൾ ആയിട്ട് നൗൺ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബായിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും നോക്കട്ടെ, എത്ര ഓണസ്റ്റി എന്നുള്ളതിൻ്റെ അകത്ത് പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺകൗണ്ടബിൾ നൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ സിംഗുലറും പ്ലൂറലും നൗണുകൾ വന്നു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ, അപ്പോൾ ഇവിടെ സിംഗുലർ നൗൺ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, അവിടെ നമ്മൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യുന്നു. ദ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ വെർബാണ്, അതുകൊണ്ട് തന്നെ പ്ലൂറൽ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം സിംഗുലർ സബ്ജക്റ്റ് മാത്രമാണ് വന്നിരിക്കുന്നതെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഇപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന രണ്ടും പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റാം. അതായത് ദ ചൈൽഡ് ഈസ് സ്വിമ്മിങ്, ദ ചിൽഡ്രൻ ആർ സ്വിമ്മിങ്. അപ്പോൾ ഇവിടെ ഈസും ആറും ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്താണ്? സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് വേണം, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് വേണം. അടുത്ത് വൺ ഓഫ് പ്ലസ് ഒരു പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടി. ഇത് ചിലപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വൺ ഓഫ് കഴിഞ്ഞിട്ട് ഒരു പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ, ഇപ്പം ഇവിടെ ഓർത്തോ വൺ ഓഫ് ദ സ്റ്റുഡൻസ്. ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ നൗൺ അല്ലേ, പക്ഷേ ഇതിനെ അല്ല നമ്മൾ നോക്കണ്ടേ. എവിടെ നോക്കണം? ഇവിടെ വൺ ഓഫ് കിടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. എന്ത് വേണം? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. വൺ ഓഫ് ഉണ്ടെങ്കിൽ അടുത്ത വാക്ക് ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിൽ കൂടി അതിൻ്റെ വെർബ് വരുമ്പോൾ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. അത് ഓർത്തിരിക്കണേ, മറക്കരുത്. അടുത്തത് തന്നെ ലോങ് സബ്ജക്റ്റ് ആണെങ്കിൽ, ലോങ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ഒരു ക്ലോസോ ഫ്രേസോ അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് സബ്ജക്റ്റ് എങ്കിൽ അതാണ് വെൻ എ ക്ലോസ് ഓർ എ ലോങ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഈസ് ദ സബ്ജക്റ്റ്. എന്നാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് ഇതിൻ്റെ അകത്ത് എന്താണ്, ജസ്റ്റ് ഡയറക്റ്റ് ഇന്ന വാക്കിൻ്റെ അടുത്ത് വന്നാൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ കെയർഫുൾ ആവണമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുവേ. ദ വുമൻ whom I met in the market yesterday. അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. The woman whom I met in the market yesterday. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ വെർബ് തുടങ്ങുന്നത്. Was my friend's mother. അപ്പോൾ ഇതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. ഇത്രയാണ് സബ്ജക്റ്റ് വരുന്നത്, ഇത്രയും ഓബ്ജക്റ്റ് വരുന്ന ഇതാണ് വെർബ്. ഈ വെർബിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ എത്ര പേരെ കുറിച്ചാണ് പറയുന്നത്? ഒരൊറ്റ വുമനെ കുറിച്ചാണ് പറയുന്നത്, ഒരു ഒറ്റ സ്ത്രീയെ കുറിച്ച് അല്ലേ. അപ്പം നമ്മളിവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം കൂടെ നോക്കുക. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ അല്ലെങ്കിൽ ഒരു ക്ലോസോ ഫ്രേസോ ഒക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ അവിടെ നമ്മുടെ അർത്ഥം നോക്കിയിട്ട് വേണം നമ്മൾ അവിടുത്തെ വെർബിനെ നിശ്ചയിക്കാനായിട്ട്. അവിടെ ഒരാളെ കുറിച്ചാണോ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ചാണോ പറയുന്നതെന്നുള്ളത് നമ്മളുടെ ഈ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയിട്ട് വേണം ഈ ഒരു എന്താ ലോങ് സബ്ജക്റ്റ് വരുന്ന സെൻറ്റൻസുകളുടെ വെർബിനെ നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. സബ്ജക്റ്റ് വെർബ് കോൺകോർഡ് എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ളൊരു
ചാപ്റ്ററാണ്. അത് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ സെൻറ്റൻസും വളരെ കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോകളും കണ്ടതിന് ശേഷം മാത്രം നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ആയിട്ടിടുക. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിളി പാറിയൊരു ചിരി നിറം മാറി കത്തി തിരി പിരി. പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് കോൺകോർഡിന്റെ അടുത്ത റൂളാണ്. അടുത്ത റൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി ദേർ. തുടക്കത്തിൽ തന്നെ ദേർ എന്ന് പറയുന്ന വാക്കുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അതിന്റെ വെർബിനെ സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ദേർ ഈസ് നോ ചെയർ ഇൻ ദി റൂം. ഇവിടെ നമ്മളുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം. ഇവിടെ ദേർ എന്ന് പറയുന്ന വാക്കിലാണ് ആ സെന്റൻസ് തുടങ്ങുന്നത്. പക്ഷെ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ചെയർ. ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ നോ ചെയർ. അപ്പൊ ഇവിടെ ചെയർ എന്നുള്ള വാക്കാണ് നമ്മളവിടെ എടുക്കേണ്ടത്. ചെയർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഇവിടുത്തെ വെർബ് എന്താണ്? സിംഗുലർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ദേർ വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ചെയർസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ നോക്കേണ്ടത്? ദേർ എന്ന് പറയുന്ന വാക്കിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാം. മെയിൻ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും മെയിൻ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഓർത്തിരിക്കുക. അടുത്ത ടു ഓർ മോർ നൗൺസ് വന്നാൽ എങ്ങനെ യൂസ് ചെയ്യണം? ഇവിടെ നമ്മൾ രണ്ടോ രണ്ടിലധികമോ നൗണുകളിനെ സിംഗിൾ ഐഡന്റിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോരോ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ പ്രത്യേകം കാര്യങ്ങളായിട്ട് പറയത്തില്ലേ, അങ്ങനെ വരുന്നൊരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ വെർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ്? സിംഗിൾ ഐഡന്റിറ്റി ആയിട്ട് വരുന്ന നൗണുകളാണെങ്കിൽ അവിടെ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. മൈ ഫ്രണ്ട് ആൻഡ് ഹിസ് ഫാദർ. ഇവിടെ മൈ ഫ്രണ്ടും ഹിസ് ഫാദർ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം ഇവിടെ രണ്ട് വ്യക്തികളായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ രണ്ട് നൗണായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? രണ്ട് ഐഡന്റിറ്റി ആയിട്ട്, രണ്ടോ രണ്ടിലധികമോ ഐഡന്റിറ്റി ആയിട്ടാണ് ആ നൗണുകൾ വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് ഇനി ഡിസ്റ്റൻസോ വെയിറ്റോ ഹൈറ്റോ എമൗണ്ട് ഓഫ് മണിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് അങ്ങ് യൂസ് ചെയ്തിരിക്കുക. ഇതിൻ്റെ ചിലപ്പോൾ അടുത്ത് കിടക്കുന്ന നൗണ് ഒരു പ്ലൂറൽ ആയിരിക്കാം. പക്ഷേ എന്നാൽ പോലും നമ്മൾ ആ തന്നിരിക്കുന്ന വെർബ്, ആ തന്നിരിക്കുന്ന സബ്ജക്റ്റ് ഈ ഡിസ്റ്റൻസിനെയോ വെയിറ്റിനെയോ ഹൈറ്റിനെയോ എമൗണ്ട് ഓഫ് മണിയെ കാണിക്കുന്നതാണെങ്കിൽ നമ്മളങ്ങ് സിംഗുലർ വെർബ് അങ്ങ് യൂസ് ചെയ്യുന്നത്. 10,000 റുപ്പീസ്. ഇവിടെ റുപ്പീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ 10,000 എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എന്താ വരുന്നത്? അവിടെ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നത്. ഈ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി ഇത് നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പൈസയെ കുറിച്ച്, എമൗണ്ട് ഓഫ് മണിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് നോക്കണ്ടേ?
ഡിസ്റ്റൻസിനെ കുറിച്ചോ വെയ്റ്റിനെ കുറിച്ചോ ഹൈറ്റിനെ കുറിച്ചോ എമൗണ്ട് ഓഫ് മണിയെ കുറിച്ചോ പറയുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിംഗുലർ വെർബ് അങ്ങ് യൂസ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ പ്ലൂറൽ ആണോ സിംഗുലർ ആണോ ഒന്നും നോക്കണ്ട. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് നമ്മളങ്ങ് ഡയറക്റ്റ് സിംഗുലർ വെർബ് അങ്ങ് യൂസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടുക. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.